ഹലോ, കുറച്ചധികം ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു ഈവനിങ് വ്ളോഗ് ആവാമെന്നേ. അപ്പോൾ അതാ മക്കൾക്ക് വൈകുന്നേരം പോപ്കോൺ ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, 10 മിനിറ്റ് കൂടുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് അരിയുണ്ടയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന്. അതാകുമ്പോൾ അവർക്ക് വിശക്കുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്തു കൊടുക്കാമല്ലോ. അപ്പോൾ അതാ പോപ്കോണൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനത് അവർക്ക് കൊടുത്തിട്ടോ. പോപ്കോണ് കൊടുത്ത വഴിക്ക് കൺമണിക്കുട്ടി ആദ്യം അച്ഛനെയാണ് കേട്ടോ വിളിച്ചത്. കൺമണിക്ക് എന്ത് കിട്ടിയാലും ആദ്യം അച്ഛനക്ക് കൊടുക്കണം. അപ്പോൾ അതാ അരി ഞാൻ രാവിലെ തന്നെ കഴുകി ഒന്ന് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് അരി ഞാൻ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേഗം തണുത്ത് കിട്ടണമല്ലോ. കുറച്ച് നേരം വഴുകണ്ട എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കുറച്ച് വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെയാണ് ഈ വറുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് തേങ്ങ ചിരവാണ്. രാത്രി ഇന്ന് ഇടിച്ചക്കത്തോരനാണ്. അപ്പോൾ അതിലേക്കും കൂടിയുള്ള തേങ്ങ ഞാൻ ഒരുമിച്ചിട്ടങ്ങ് അങ്ങ് ചിരവി വെച്ചപ്പോൾ പിന്നെ പണി എളുപ്പമായല്ലോ. അപ്പോൾ അതിലേക്കുള്ളത് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി തേങ്ങയിലേക്ക് വെല്ലം ചീകി ഇടുകയാണ് കേട്ടോ. സ്ലോവിൽ തന്നെയാണ് ചെയ്യുന്നത്. വീഡിയോക്ക് സ്പീഡ് കൂട്ടിയതാണ്. ഭയങ്കര ലോങ് ആക്കിയിട്ട് മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് വെല്ലം ചെയ്യുന്നത് ഇത്രയും സ്പീഡായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതാ മിക്സിയിലിട്ട് പൊടിക്കുകയാണ്. ഞാൻ തണുത്തക്കണമെന്ന് ഒന്നും കൂടി തൊട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ പൊടിച്ചിട്ട് വേഗം ഞാനൊരു മുറത്തിലേക്ക് ഇട്ട് വെച്ചിട്ടോ. ഉരുള ആക്കാൻ നമുക്ക് എളുപ്പം കുറച്ച് വലിയ പാത്രമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ മുറത്തിലേക്ക് കൊട്ടി മുറത്തിലേക്ക് വേഗം കൊട്ടിയിട്ടോ. ബാക്കിയും കൂടിയിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഇരുന്നിട്ട് ഉരുള ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് പിന്നെ തനിക്കുട്ടിയും കൺമണിക്കുട്ടിയും ഓരോ ഉരുളയൊക്കെ മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒരു ഡപ്പയിലാക്കിയിട്ട് എടുത്തു വെച്ചു. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. വലിച്ച് നീട്ടിയിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബായ്.